നമുക്കിങ്ങനെ ഒരുപാട് തൊഴിൽ വാഗ്ദാനങ്ങളൊക്കെ പലരും പറയാറുണ്ടായിരുന്നു. ശരിക്കും ഈസി ആണോ ഒരു ജോബ് കിട്ടാനായിട്ട്? ഇപ്പം നമ്മൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇപ്പം നിങ്ങളെപ്പോലെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് കാണുന്നത്. ഇതല്ലാണ്ട് ഭയങ്കര സാധാരണമായിട്ട് സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ, വളരെ താഴ്ന്ന ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരും ഉണ്ട്. അല്ല, ഒത്തിരി പേരുണ്ട് ഈ ലൈഫ് സ്ട്രഗിളോട് കൂടി ജീവിക്കുന്നത്. ഇപ്പം സെലിബ്രിറ്റികൾ എന്ന് പറയുന്നവർ പോലും പലരും വളരെ ബുദ്ധിമുട്ടിക്കായിരിക്കും ജീവിക്കുന്നത്. എല്ലാവർക്കും ആ ലൈഫ് അപ്പം നമുക്ക് പണം മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി സിസ്റ്റം ഇല്ലാത്തടത്താണ് പല ആളുകളും. അപ്പം ഞാൻ കണ്ടിട്ടുള്ള പല സെലിബ്രിറ്റികളും ഫാമിലി അറ്റാച്ച്ഡ് ഒന്നും അല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. അവർ ഓരോ ദിവസവും തങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. അപ്പോൾ ഇതൊരു സ്ട്രഗ്ലിങ് ലൈഫാണ് മിക്കവരെ സംബന്ധിച്ചിടത്തോളം. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ആ ഏരിയ നമ്മൾ കണ്ടെത്തണം, എങ്ങനെയാണ് നമുക്ക് സ്ട്രഗിൾ ചെയ്യാതെ മാനസികാരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ താഴെത്തട്ടിലുള്ള പലർക്കും ഇപ്പോഴും അവരാരാണ്, അവരുടെ ലൈഫ് എന്താണ്, അവരെങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ വളരെ ഉത്തരവാദിത്വപരമായി ജീവിക്കേണ്ടതൊന്നും അറിയാത്ത ആളുകളാണ്. അവരെ അവയർനെസ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് യാതൊരു മാർഗവുമില്ല. പക്ഷേ എന്നിരുന്നാലും അവരൊക്കെ സ്ട്രഗിൾ ചെയ്ത് തന്നെ പോകുന്നുണ്ട്, അവർ വളരെ ബുദ്ധിമുട്ടി തന്നെ പോകുന്നുണ്ട്. അത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിത സാഹചര്യത്തിൽ അവർ ജീവിക്കുന്ന ഘട്ടങ്ങളിൽ അവർക്കുണ്ടാവുന്ന പലതരം സ്റ്റിഗ്മ അത് തന്നെയാണ് നമ്മളും അനുഭവിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൊസൈറ്റി നമുക്ക് അങ്ങനെ ഒരു എൻവോൾവ്മെൻറ്റ് തന്നിട്ടില്ല. ഇങ്ങനെ ഒരു ജീവിക്കാനുള്ള സാഹചര്യം, ഒരു അനുകൂല സാഹചര്യം. എപ്പോഴും ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സൊസൈറ്റിക്കുള്ളിലാണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ളതും ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രഗ്ലിങ് ലൈഫോട് കൂടി നമ്മൾ ജീവിക്കുക എന്നുള്ളത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതെല്ലാ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അതിൽ താഴെത്തട്ടിലുള്ളവരെന്നോ ഈ പറയുന്ന സെലിബ്രിറ്റി മോഡിൽ നിൽക്കുന്നവരെന്നോ ഇൻഫ്ലുവൻസറെന്നോ ഒന്നുമില്ല.